രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ആരുടെ സ്വരം കേൾക്കുന്നില്ല? എന്തോന്ന് ഉറക്കെ വിളി കേട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ. ഇപ്പോൾ എല്ലാവരുടെയും സ്വരം കേട്ടു കേട്ടോ. ആരൊക്കെയാ ഉള്ളേ? മരിയാമോളുണ്ട്, ഏബലുകുട്ടനുണ്ട്, ക്രിസ്റ്റിക്കുട്ടനുണ്ട്, സ്നേഹാമോളുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടല്ലേ? ആഹാ, നല്ല സന്തോഷത്തിലാണല്ലോ കൂട്ടുകാരെന്ന്. ഇന്ന് ചാടി എഴുന്നേക്കാവോ? എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കണ്ടേ? പഠിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, സ്കൂളിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോവല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കുരിശ് വരച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനാന്നേ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നേ? എന്തിനാണോ? അതായത് എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന രക്ഷയുടെ അടയാളമാണ് കുരിശ്. ഈ കുരിശ് വരയ്ക്കാൻ കൂട്ടുകാർക്ക് അറിയാവോ? ആരാ പഠിപ്പിച്ചേ? അമ്മ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? മിടുക്കരാകട്ടോ നിങ്ങൾ. എന്നാൽ സിസ്റ്റർ ഒന്നും കൂടി പറഞ്ഞു തരാം, അതുപോലെ ചെയ്യണേ. നമുക്ക് എത്ര കൈകളാവുള്ളേ? 2 കൈ ഉണ്ടല്ലേ? അപ്പം നമ്മുടെ ഇടത് കൈ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ വലത് കൈ കൊണ്ട് വേണം കുരിശ് വരയ്ക്കാൻ. ഏതാ വലത് കൈ? ചോറുണ്ണുന്ന കൈയില്ലേ, ആ കൈയാ വലത് കൈ. കുരിശ് വരയ്ക്കാം നമുക്ക്. കൂട്ടുകാരി, രാവിലെ എഴുന്നേക്കുമ്പോ ആദ്യം എന്താ ചെയ്യാറുള്ളത്? ആദ്യം കുരിശ് വരയ്ക്കണം. നമുക്കാദ്യം വലിയ കുരിശ് വരെ പഠിച്ചാലോ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഇനി നമുക്ക് ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. ഒപ്പം ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കൂട്ടുകാരി, ഇനി നമുക്ക് ചെറിയ കുരിശ് വരെ പഠിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. പഠിക്കുന്നതിന് മുമ്പും ഭക്ഷണത്തിന് മുമ്പും യാത്രയ്ക്ക് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പും കുരിശ് വരയ്ക്കാൻ മറക്കല്ലേ. ഇത് നമുക്ക് ശക്തിയും സംരക്ഷണവും തരുന്നു. എല്ലാവരും നന്നായിട്ട് കുരിശ് വരച്ചു കേട്ടോ. സിസ്റ്ററിന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. നല്ല മക്കള്. ഈശോയ്ക്ക് അതിനേക്കാളും ഇഷ്ടമായി, നല്ല സന്തോഷമായി. എങ്കിൽ നമുക്ക് ഈശോയ്ക്ക് നല്ലൊരു സ്തുതി കൊടുക്കണ്ടേ? കൊടുക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ, സിസ്റ്റർ ഇവിടെ ഒരു പടം കാണിക്കുന്നുണ്ട്. ഈശോയുടെ മുമ്പിൽ കുഞ്ഞി കൈകളൊക്കെ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു കൊച്ചു കുട്ടിയല്ലേ? നമുക്കും അതുപോലെ കുഞ്ഞിക്കൈ രണ്ടും കൂപ്പി പിടിച്ചിട്ടേ ഈശോയ്ക്ക് ഉറക്കൊരു സ്തുതി കൊടുത്താലോ? ചിരിച്ചുകൊണ്ട് കൊടുക്കണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇനി എല്ലാവർക്കും ഇരിക്കാം. ഓക്കെ. ആരാ സിസ്റ്ററിനെ വിളിക്കുന്നേ? സ്നേഹമോളാ. എന്താ സ്നേഹമോളെ? സ്നേഹമോൾ എന്താ പറഞ്ഞതെന്നറിയാവോ? എല്ലാ ദിവസവും രാത്രിയിൽ കുരിശ് വരച്ചിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും സ്തുതി കൊടുക്കാറുണ്ടെന്ന്. നിങ്ങളും കൊടുക്കാറുണ്ടല്ലേ? നല്ല മിടുക്കര്. പിന്നെ ആർക്കാ സ്തുതി കൊടുക്കുന്നേ? വെല്ലിച്ചാച്ചന് സ്തുതി കൊടുക്കും, വെല്ലിയമ്മച്ചിക്ക് സ്തുതി കൊടുക്കും. പള്ളിയിൽ പോകുമ്പോൾ അച്ഛന് സ്തുതി കൊടുക്കാറുണ്ട്. സിസ്റ്റർമാർക്ക് സ്തുതി കൊടുക്കാറുണ്ട്. നിങ്ങൾ നല്ല മിടുക്കര് കുട്ടികളാകട്ടോ, നല്ല പിള്ളേര്. നന്നായിരുന്നു കൈയടിച്ചേ. ഓക്കെ. കഴിഞ്ഞ ദിവസമേ സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു പടം വരച്ച് വരണമെന്ന്. എന്ത് പടമായിരുന്നു? നല്ല മാവും മാങ്ങാപ്പഴങ്ങളും ഒക്കെ അല്ലേ? വരച്ചു?
എങ്കിൽ എല്ലാവരും വേഗം ആ പടമൊക്കെ ഒന്ന് കയ്യിലെടുത്ത് കൈ ഉയർത്തി കാണിച്ചേ സിസ്റ്ററിനെ. ആഹാ, എന്ത് രസമാണ് പടം കാണാൻ. നല്ല മാവ് നിറയെ മാങ്ങാപ്പഴം. ഇപ്പോൾ സ്വർഗീയ അപ്പച്ചന് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല മക്കളാണ് കേട്ടോ. വേറൊരു കാര്യം കൂടി സിസ്റ്റർ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? സുഗതജപം പഠിക്കണം എന്നല്ലേ? അത് പഠിച്ചോ? ഏതായിരുന്നു സുഗതജപം? ഒന്ന് ഉറക്കെ പറഞ്ഞേ. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തല്ലേ? ഓക്കെ. നിങ്ങൾ നല്ല മിടുക്ക് പിള്ളേരായതുകൊണ്ട് എല്ലാവരും സിസ്റ്റർ നല്ലൊരു ടാറ്റ തരാവോ? കൈ പൊക്കി കാണിച്ച് ടാറ്റ തന്നേ. ഓക്കെ. നന്നായിട്ടൊന്ന് ചിരിച്ച് കാണിച്ചേ. ചിരി പോരാ, നന്നായിട്ട് ചിരിച്ചേ. നല്ല ചിരിയാ കേട്ടോ. അതുകൊണ്ട് സിസ്റ്ററിന് ഒത്തിരി സന്തോഷമായി. നിങ്ങൾക്ക് സിസ്റ്റർ നല്ലൊരു കഥ ഇന്ന് പറഞ്ഞു തരാം. കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അതെ. ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് മരിയാമോളുടെ കഥയാ. ആരുടെ കഥയാ? മരിയാമോളുടെ കഥ. ഈ മരിയാമോളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളതെന്നറിയാവോ? മരിയാമോളുടെ പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു കുഞ്ഞനുജനുമുണ്ട്. ഈ മരിയാമോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. എന്തിനാണെന്നറിയോ? കളിക്കാൻ. നിങ്ങളും കളിക്കാറുണ്ടല്ലേ? എന്ത് കളിയാണ് കളിക്കുന്നേ? എന്തോ? വണ്ടി ഓടിച്ച് കളിക്കാറുണ്ടല്ലേ? അതുപോലെ മരിയാമോളും കളിക്കാനിറങ്ങിയപ്പോൾ മരിയാമോളുടെ പപ്പ അവിടെ പൂന്തോട്ടത്തിൽ നനച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആ സമയത്ത് മരിയാമോൾക്കൊരു സംശയം. ഈ ചെടികളൊക്കെ എങ്ങനെയാ ഉണ്ടായതെന്ന്. എന്തോ? നിങ്ങളുടെ വീട്ടിലും ചെടികളുണ്ടോ? അലക്സ് കുട്ടൻ്റെ വീട്ടിൽ എന്ത് ചെടിയാ ഉള്ളേ? ചെമ്പരത്തിയാ? എന്താ റോസ്മോളെ? റോസ്മോളുടെ വീട്ടിൽ നല്ല മണമുള്ള റോസാപ്പൂവ് ഉണ്ടെന്ന്. ഡെല്ലക്കുട്ടിയുടെ വീട്ടിൽ നല്ല മുല്ലപ്പൂവ് ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിൽ പൂക്കളില്ലേ, അതുപോലെ ഈ മരിയാമോളുടെ വീട്ടിലും നല്ലൊരു പൂന്തോട്ടമുണ്ടേ. മരിയാമോൾ ഒത്തിരി സംശയം ചോദിച്ചു. പപ്പേ, ഇതെവിടെ നിന്നാണ് ഈ പൂക്കളൊക്കെ വന്നത്? ഇതിനെല്ലാം കളർ കൊടുത്തത് ആരാ? നല്ല മണമുണ്ടല്ലോ, ഈ മണമൊക്കെ ആരാ കൊടുത്തേ? അവളുടെ പപ്പ അവളെ ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, മരിയാമോളെ, ഈ പൂക്കൾക്കെല്ലാം കളർ കൊടുത്തതും നല്ല മണം കൊടുത്തതും ആരാണെന്നറിയാവോ? നമ്മുടെ സ്വർഗീയ അപ്പച്ചനാ, നമ്മുടെ പിതാവായ ദൈവം. അപ്പം മരിയാമോൾ ചോദിച്ചു, പപ്പേ, ഇതാർക്കു വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത്? അന്നേരം പപ്പ പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. എന്തോ? അലീന മോളെ? അലീന മോൾ ചോദിച്ചതെന്നറിയാവോ? അലീന മോളുടെ വീട്ടിൽ പൂച്ചക്കുട്ടിയുണ്ട്. പൂച്ചക്കുട്ടീനെ ആരാ സൃഷ്ടിച്ചതെന്ന്. നിങ്ങളുടെ വീട്ടിൽ പശുവുണ്ടോ? സാവിയുടെ വീട്ടിൽ എന്താ ഉള്ളേ? ഡോഗുണ്ടോ? നമ്മുടെ വീട്ടിൽ പൂച്ചക്കുട്ടിയുണ്ട്, പിന്നെ ആരാ ഉള്ളത്? പശുവുണ്ട്, ഡോഗുണ്ട്. ഇതിനെയൊക്കെ സൃഷ്ടിച്ചതാരാ? പിതാവായ ദൈവം. ഈ പിതാവായ ദൈവം ആർക്ക് വേണ്ടിയാ സൃഷ്ടിച്ചേ? നമുക്ക് വേണ്ടിയാ സൃഷ്ടിച്ചേ അല്ലേ? എന്ത് സ്നേഹമല്ലേ പിതാവായ ദൈവത്തിന്. പിന്നെ പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല കളറുകളുള്ള നല്ല പൂമ്പാറ്റ കണ്ടിട്ടില്ലേ? പിടിക്കാറുണ്ടോ? പൂമ്പാറ്റ പിടിക്കാറുണ്ടല്ലേ? പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാക്ക വരാറില്ലേ? കാക്ക. വലിയ പരുന്തിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഈ പരുന്തിനെയും കുഞ്ഞി കുരുവിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പച്ച നിറമുള്ള തത്തമ്മയെ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലേ? ഇതിനെയൊക്കെ സൃഷ്ടിച്ചതാരാ? പറഞ്ഞേ. പിതാവായ ദൈവമാ. ആർക്ക് വേണ്ടിയാ സൃഷ്ടിച്ചേ? നമുക്ക് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് മഴ ഇഷ്ടമല്ലേ? പപ്പയും മമ്മിയും കാണാതെ മഴയത്രയും കളിക്കാറില്ലേ? ആരും മിണ്ടുന്നില്ലേ? ഒരു കള്ളച്ചിരിയൊക്കെ മുഖത്തുണ്ട്. കളിക്കാറുണ്ടല്ലേ? നമുക്ക് മഴ ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ നല്ല തണുപ്പ് കാണും രാവിലെ, മഞ്ഞുകാലത്ത് അല്ലേ? അപ്പോൾ നമ്മളെ അമ്മ വന്ന് വിളിക്കും എഴുന്നേക്കാൻ. നമ്മൾ എഴുന്നേക്കുവോ? ഇല്ല, ഒന്നും കൂടെ പുതച്ച് കിടന്ന് ഉറങ്ങൂലേ? അപ്പം മഞ്ഞ് നമുക്കിഷ്ടമാണ്. നല്ല കാറ്റ് വീശുന്ന ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? അപ്പം ഈ മഴയും മഞ്ഞും കാറ്റുമൊക്കെ ആരാ സൃഷ്ടിച്ചേ? പിതാവായ ദൈവം. ആർക്ക് വേണ്ടിയാ? ഉറക്കെ പറഞ്ഞേ. നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഇനി നോക്കിക്കേ, ഈ പകൽ മുഴുവൻ നമ്മൾ കാലൊന്നും തട്ടി വീഴാതിരിക്കാൻ വേണ്ടി നമ്മുടെ പിതാവായ ദൈവം സൂര്യനെ തന്നു. കണ്ടിട്ടുണ്ടോ സൂര്യനെ? കുറച്ച് പേര് കണ്ടിട്ടുണ്ട്, കുറച്ച് പേര് കണ്ടിട്ടില്ല. കാണാത്തവരെന്ത് ചെയ്യണമെന്നോ? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം പപ്പയോടും മമ്മിയോടും പറയണം, ഞങ്ങൾക്ക് സൂര്യനെ കാണിച്ചു തരാൻ പറയണം കേട്ടോ. അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി സൂര്യൻ പോയി കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴത്തേക്കും ആകാശത്ത് വേറൊരാൾ വരും.
എല്ലാവർക്കും അറിയാം. ചെറിയ വെട്ടമൊക്കെ കാണിച്ചുകൊണ്ട് ആരാ വരുന്നേ? ആ, അമ്പിളിയമ്മാവൻ. അമ്പിളിയമ്മാവനെ കാണാത്തവരെ ആരുമില്ലല്ലോ. ഇല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഈ അമ്പിളിയമ്മാവൻ ഉണ്ടാകും, അടുത്ത് വേറെ കുറേ പേരുണ്ടാവും. അവരെന്താ വിളിക്കുക? ആ, നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളും അമ്പിളിയമ്മാവനെയും സൂര്യനെയും ഒക്കെ നമുക്ക് തന്നത് ആരാ? പിതാവായ ദൈവം. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മാങ്ങാപ്പഴം ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. മാങ്ങാപ്പഴം ഉണ്ടാകുന്ന ഏത് മരത്തേലാ? ആ, മാവേൽ. നമ്മൾ വരച്ചു അല്ലേ? പിന്നെ ഏതൊക്കെ പഴമാണ് ഇഷ്ടം? ആ, ചക്കപ്പഴം ഇഷ്ടമാണ്, ആപ്പിൾ ഇഷ്ടമാണ്, ഓറഞ്ച് ഇഷ്ടമാണ്, എന്തോ മുന്തിരിങ്ങ ഇഷ്ടമാണ്. സിസ്റ്റർ ചോദിക്കട്ടെ, ഈ ചക്കപ്പഴം ഉണ്ടാകുന്ന മരത്തിൻ്റെ പേരെന്താ? ആ, വലിയ മരമാണോ? ആ മരത്തിൻ്റെ പേരെന്താ? ആ, പ്ലാവല്ലേ? ഈ വലിയ മരങ്ങളും കുഞ്ഞു മരങ്ങളും ഒക്കെ ആരാ സൃഷ്ടിച്ചേ? നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ, നമ്മുടെ പിതാവായ ദൈവം. എന്തു സ്നേഹമല്ലേ പിതാവായ ദൈവത്തിന് നമ്മോട്? ആർക്ക് വേണ്ടിയാ? ഉറക്കെ പറഞ്ഞേ. ആ, നമുക്ക് വേണ്ടിയല്ലേ? ഇനി ഇത് മാത്രമാണോ? നമ്മുടെ പപ്പയെയും മമ്മിയെയും നമ്മുടെ ചേട്ടനെയും ചേച്ചിയെയും കുഞ്ഞുവാവയും നമുക്ക് ആരൊക്കെയാ ഉള്ളേ? അവരെല്ലാവരെയും സൃഷ്ടിച്ചതാരാ? ആ, നമ്മുടെ ദൈവമാണ്. ഇപ്പം നോക്കിക്കേ, നമ്മുടെ പപ്പയും മമ്മിയും നമുക്ക് ഉടുപ്പ് മേടിച്ചു തരും. പിന്നെ എന്നാ മേടിച്ചു തരുന്നേ? ചോക്ലേറ്റ് മേടിച്ചു തരും. പിന്നെ എന്നാ മേടിച്ചു തരുന്നേ? കളിപ്പാട്ടവും മേടിച്ചു തരും. ഈ പിതാവായ ദൈവമോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തന്നേക്കുന്നല്ലേ? അപ്പം നമ്മുടെ പപ്പയേക്കാളും മമ്മിയേക്കാളും നമ്മളോട് സ്നേഹം ആർക്കാ? ഉറക്കപ്പറ. ആ, പിതാവായ ദൈവത്തിനാ അല്ലേ? ആ, അതേ. നീ സിസ്റ്റർ ചോദിക്കട്ടെ, നമ്മുടെ പിതാവ് ആരാന്നാ പറഞ്ഞേ? ഉറക്കെ പറയണോ? എല്ലാവരും പറ. ആ, ദൈവം. ഇതെല്ലാം സൃഷ്ടിച്ചതാരാ? ആ, ദൈവം. ആർക്ക് വേണ്ടിയാ സൃഷ്ടിച്ചേ? നമുക്ക് വേണ്ടി. നല്ല മിടുക്കര്. മടുത്തോ? ഇല്ലല്ലേ? നന്നായിട്ടൊന്ന് കൈ ഒട്ടിക്കെല്ലാവരും. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് പഠിച്ചു? നല്ലൊരു മാവും മാങ്ങാപ്പഴവും ഒക്കെ വരച്ചു കൊണ്ടുവന്നല്ലേ? ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ എന്തൊക്കെയാണ് വരയ്ക്കാൻ അറിയാവുന്നേ? ആ, പൂമ്പാറ്റയെ വരയ്ക്കാൻ അറിയാം, പിന്നെ തത്തമ്മേനെ വരയ്ക്കാൻ അറിയാം, പൂ വരയ്ക്കാൻ അറിയാം, പിന്നെ എന്താ വരയ്ക്കാൻ അറിയാവുന്നേ? എലിഫൻറ്റിനെ വരയ്ക്കാൻ അറിയാവോ? ഓക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന പടങ്ങളൊക്കെ നന്നായിട്ട് വരയ്ക്കണം. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രയോൺസ് വാങ്ങിപ്പിച്ചായിരുന്നു പപ്പയെ കൊണ്ട് ഇല്ലേ? ആ ക്രയോൺസ് വെച്ച് നല്ല കളറെല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കി വേണം അടുത്ത ദിവസം വരാൻ കേട്ടോ. എന്തിനു വേണ്ടിയാ? സ്വർഗീയപ്പച്ചൻ നമുക്ക് തന്ന സമ്മാനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് സ്വർഗീയപ്പച്ചനെ സന്തോഷിപ്പിക്കണം വേണ്ടേ? ആ, വേണം. ഇത്രയും സമയം നമ്മുടെ കൂടെയായിരുന്ന് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് നമുക്ക് ജീവൻ തന്ന് നമ്മുടെ കൂടെയായിരുന്ന പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ആ, കുഞ്ഞിക്കൈ കുപ്പിപ്പിടിക്കണം. എന്നിട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് ജീവൻ നൽകി ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ചോ എല്ലാവരും? ആ, ഇനി ഉറക്കെ എല്ലാവരും കേൾക്കണേ. നല്ല സ്വരത്തിൽ സ്തുതി കൊടുത്ത ഈശോയ്ക്ക്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.